റസൂലിന്റെ ഒരു പ്രവർത്തനം ഒരു സമയം കണ്ടാൽ, റസൂലിന്റെ ഒരു വാക്ക് ഒരു സമയം കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നാൽ റസൂലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും വിധം വലിയ അടയാളങ്ങൾ അല്ലാഹു റസൂലിൽ നൽകിയിരിക്കുന്നു. റസൂലാണ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കൂടെ നടക്കുന്നവർക്ക് മുഴുവനും അറിയും ഇത് റസൂലാണ്. എങ്ങനെ മനസ്സിലാകും? സഹോദരങ്ങളെ, പകലിലാണോ നടക്കുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നടക്കുമ്പോൾ യുളല്ലിലുൽ ഗമാമാ, മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. 40 വയസ്സിന് ശേഷമാണ് എന്ന് ധരിക്കരുത്. കുട്ടിക്കാലത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും ത്വായിഫിലേക്ക് കൊണ്ടുപോയപ്പോൾ 2 വയസ്സ് പ്രായം കഴിഞ്ഞ ശേഷം മറ്റു മക്കളോടൊപ്പം ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോകാൻ താല്പര്യം കാണിച്ചപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മക്കളെ വിളിച്ചു പറയുന്നു, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചു പറയുന്നു, മക്കളെ, നിങ്ങളെല്ലാവരും ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്ത് നിൽക്കുമ്പോ എന്റെ ഈ കുട്ടിയെ അഥവാ അൽ അമീനെ നിങ്ങൾ നല്ലൊരു തണലുള്ള സ്ഥലത്ത് നിൽക്കണം. നല്ല തണല് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഇരുത്തണം. ഒരിക്കലും വെയിൽ കൊള്ളിക്കരുത്. അപ്പയാണ് ശൈമാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഉമ്മാ, എന്താണ് നിങ്ങൾ പറയുന്നത്? ആ പൊന്നുമോനില്ലേ ഒരിക്കലും വെയിൽ കൊള്ളാറില്ല. എവിടെയാണോ പോകുന്നത് അവിടെ മേഘം തണലിട്ട് കൊടുക്കുന്നു. എവിടെ ഇരുന്നാലും എവിടെ നടന്നാലും മുകളിൽ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു. എത്ര ചൂടുള്ള വെയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് അത് സ്പർശിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും വെയിൽ കൊള്ളും, പക്ഷേ അൽ അമീന് വെയിൽ കൊള്ളുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിൽക്കുന്നിടത്ത് മേഘം നിൽക്കുന്നു. തങ്ങൾ നടക്കുകയാണോ? കൂടെ മേഘം നടക്കുകയാണ്. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അറിയാം ഇതൊരു റസൂല് തന്നെയാ.